ഇന്ന് നമുക്ക് ഗാർഡനിങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഒരുപാട് വീട്ടമ്മമാരുടെ ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഈച്ചശല്യം എന്ന് പറയുന്നത്. നമ്മൾ എത്ര തന്നെ വൃത്തിയായിട്ട് നമ്മുടെ വീടും പരിസരവും സൂക്ഷിച്ചാലും വീട്ടിൽ സിറ്റ് ഔട്ടിൽ, അതുപോലെ ലിവിങ് ഏരിയയിലാണെങ്കിലും ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അടുക്കളയിൽ നമ്മൾ ആഹാരം പാകം ചെയ്ത് വെക്കുന്നിടത്തൊക്കെ തന്നെ ഒരുപാട് ഈച്ചകൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഡെറ്റോളോ അങ്ങനെ എന്തൊക്കെ ഒഴിച്ച് നമ്മൾ തുടച്ച് ഇട്ടാലും അതിൻ്റെ മുകളിലെല്ലാം ഇതുപോലെ കൂട്ടത്തോടെ ഈച്ച വന്നിരിക്കുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഈച്ചകളെ പിടിച്ചിരിക്കുന്ന ഈ ഒരു ഈച്ചക്കിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരുപാട് കാശിലൊന്നും ഇല്ല കേട്ടോ. ഒരുപാടെന്നല്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈ ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാ വിനാഗിരി ഉണ്ടല്ലോ, നമ്മുടെ അച്ചാറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൾ സൈഡ് വിനാഗിരി ഒന്നും അല്ല, നമ്മുടെ സാധാരണ വിനാഗിരി എടുത്തിരിക്കുകയാണ്. ആ ഒരു വിനേഗറിലേക്ക് ആ ഗ്ലാസ് മുഴുവനായിട്ടൊന്നും എടുക്കേണ്ട, ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ഒരു അരഭാഗം വിനാഗിരി എടുത്തതിന് ശേഷം ആ ഒരു ഗ്ലാസിൻ്റെ ബാക്കി ഫില്ല് ചെയ്യാത്ത ആ മുകൾ ഭാഗത്തേക്ക് ഈച്ച പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ചെയ്ത് വരുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ, അതിപ്പോൾ നമ്മുടെ വീട്ടിൽ ശർക്കരയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ശർക്കര നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം ഉണ്ടല്ലോ, ക്രീം കേക്കിൻ്റെയൊക്കെ മുകൾ ഭാഗത്ത് വരുന്ന, അല്ലെങ്കിൽ ക്രീമായിട്ടുണ്ടെങ്കിൽ ക്രീം നമുക്കങ്ങനെ തേച്ച് കൊടുക്കാം. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഉണ്ട്, ഈ ഒരു മാമ്പഴമൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സീസണിൽ കിട്ടുന്നത് ഒരുപാടുള്ളത്. അപ്പോൾ ഒരു മാമ്പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൾപ്പോ അങ്ങനെ എന്ത് സാധനവും നമുക്ക് ഈച്ച പെട്ടെന്നൊന്ന് വരാനായിട്ട് ഈ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു വിനാഗിരി ഉള്ളതിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തെല്ലാമായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. പുറഭാഗത്ത് വേണ്ട, അകത്ത് മാത്രമായിരിക്കണം കേട്ടോ തേച്ച് കൊടുക്കേണ്ടത്. പുറഭാഗത്ത് വന്നാൽ ഈച്ച അതിലെല്ലാം വന്നിരുന്നിട്ട് വീണ്ടും അത് എഴുന്നേറ്റ് പോവുകയുള്ളൂ. അപ്പോൾ ഒരകത്ത് മാത്രമായിട്ട് ഈ ഒരു ക്രീമും അങ്ങനെയുള്ള ഈ ഈച്ച വന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ എവിടെയാണ് ഈച്ചശല്യം കൂടുതലായിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടേക്കൊന്ന് വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ 1-2 ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഒരുപാടെടുത്ത് അടുക്കളയിലും ഡൈനിങ് ടേബിളിലും ഒക്കെ നമുക്ക് വെവ്വേറെ ഗ്ലാസ്സുകളിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് ഈച്ചകൾ ഇതിൽ തനിയെ വന്ന് വീണിട്ട് ഇതുപോലെ ചത്ത് കിടക്കുന്നത് നമുക്ക് കുറേ നേരമൊക്കെ ഇങ്ങനെ ജീവനോടെ കിടക്കും. കുറച്ച് കഴിയുമ്പോൾ തനിയെ ചത്തു പോയിക്കോളൂ. അപ്പോൾ ഈച്ചയെ നമ്മൾ അടിച്ചു കൊല്ലാനോ അങ്ങനെ ഒന്നും നിൽക്കേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.